നാവ് പറയാനുള്ളതാണ്, എന്നാൽ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയരുത്. ചെവി കേൾക്കാനുള്ളതാണ്, എന്നാൽ കേൾക്കുന്നതെല്ലാം സത്യമാണെന്ന് കരുതരുത്. കണ്ണ് കാണാനുള്ളതാണ്, എന്നാൽ കാണുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ? ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഇവിടെ 1 മണിക്കൂറോളം നമുക്ക് മഴ പെയ്ത് കേട്ടോ. വൈകിട്ട് എല്ലായിടവും മഴയുണ്ടാവുമല്ലോ. എല്ലാവർക്കും ഇന്ന് മഴയൊക്കെ കിട്ടിയോ? ഇപ്പോൾ ചൂടിനൊക്കെ ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിവിടെ വലിയ ചൂടൊന്നുമില്ല. അമ്മയൊക്കെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത് നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണെന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് നല്ല ക്ലൈമറ്റാണ്. എല്ലായിടവും ഒരുമാതിരി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ന് മഴയുണ്ടായിരുന്നു വൈകിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്കറിയാവുന്ന ഉള്ള 1-2 ആൾക്കാരുണ്ട് കേട്ടോ. അവരുടെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. എന്തെന്നാൽ ഇപ്പം ഒരാളെ പറ്റി എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ എല്ലാം വിളിച്ചു പറയും. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ്. അതായത് ഞാൻ എല്ലാം കണ്ണിൽ കാണുന്നതെല്ലാം ഞാൻ പറയും. എൻ്റെ കണ്ണിൽ തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയും എന്ന് വെച്ച് ആരുടെ മുഖത്ത് നോക്കി എന്തും പറയും. പക്ഷേ അത്രയും അതെനിക്ക് അങ്ങോട്ട് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നില്ല. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളിൻ്റെ മനോഭാവം കൂടെ ഒന്ന് നമ്മൾ നോക്കണം. അവർക്ക് അത് വിഷമമാവും, അല്ലെങ്കിൽ അവരതെങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് വേണം സംസാരിക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അമ്മയ്ക്ക് ഒരു മകൻ ആക്സിഡൻ്റായി. ഞാൻ എല്ലാം തുറന്നു പറയുന്ന ആളാണെന്ന് കരുതി അമ്മയുടെ അടുത്ത് ഡയറക്റ്റായി പോയി പറയാൻ പറ്റുമോ? എൻ്റെ മോന് ആക്സിഡൻ്റായി, സീരിയസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് പറയുന്നതിനൊരു മയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ അവസരങ്ങളും സാഹചര്യങ്ങളും നോക്കി സംസാരിച്ച് മുന്നോട്ട് പോകുക. അല്ലാതെ നമുക്ക് ഞാൻ ഇങ്ങനെയാണ്, തുറന്ന മെൻറ്റാലിറ്റിയാണ്, ഞാൻ എല്ലാം ഓപ്പണായിട്ട് പറയും എന്നൊക്കെ പറയുന്നതിലും പറയാം, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ അത് കുറച്ച് മയത്തിൽ വേണം പറഞ്ഞ് മറ്റുള്ളവരടുത്ത് വിശ്വസിപ്പിക്കാൻ. അതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തോട് എല്ലാവർക്കും യോജിക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയും ഓരോ അഭിപ്രായങ്ങളുമാണ്. കുറച്ച് ആൾക്കാരുണ്ട്, എന്തെങ്കിലും ആരുടെയെങ്കിലും ചെവിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് പറയുന്നതൊന്ന് കേട്ടാൽ മതി. അത് സത്യമാണോ തെറ്റാണോ എന്നൊന്നും നോക്കാറില്ല. 10 വീടുകളിൽ പോയി പറഞ്ഞ് 10 പേരെടുത്ത് പറഞ്ഞ് അത് പ്രശ്നമുണ്ടാക്കി എന്നാലേ അവർക്ക് സമാധാനമുള്ളൂ. പക്ഷേ ലാസ്റ്റിൽ എന്ത് ചെയ്യും? ഇതിലൊന്നിലും ഉണ്ടാവില്ല. അവർ സൈലൻ്റാണ്. നമ്മുടെ നാട്ടിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരാൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരുടെ പോയി സംസാരിക്കും, ഡയറക്റ്റായിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മളിപ്പം നമ്മളടുത്ത് ഇങ്ങനെ വന്ന് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതിന് ശേഷം ആളെ പറ്റി അവരുടെ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരിങ്ങനെ നമ്മളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതാണെന്ന് ഫുൾ നെഗറ്റീവാണ് ആൾ. ആ ആളുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മളും നെഗറ്റീവായി പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അവരെ കാണുമ്പോഴത്തേനും സത്യം സൈലൻ്റാണ്. ഞാൻ ഒന്നും സംസാരിക്കാനേ നിൽക്കാറില്ല. അവിടുന്ന് വരുന്നത് കാണുമ്പോഴേ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും. മുറ്റം തൂത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആണ് ആൾ വരികയാണെങ്കിൽ ഒന്നും സംസാരിക്കാനില്ല. ഞാൻ പെട്ടെന്ന് തൂത്തിട്ട് അല്ലെങ്കിൽ ആ തുറപ്പ് അവിടെ ഇട്ടിട്ട് എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഞാനിനി വീടിനകത്ത് കയറി നിൽക്കും. ആ ആൾ പോയതിന് ശേഷം മാത്രമേ തൂക്കാനൊക്കെ ഇറങ്ങുള്ളൂ. കാരണം അത്രയ്ക്ക് നെഗറ്റീവാണ് അവർ. എന്തെങ്കിലും കേട്ടാൽ അതിൽ സത്യമാണെന്നോ അങ്ങനെയൊന്നുമില്ല. അവർ കേൾക്കുന്നതിൽ ഉപരി അവരുടെ കയ്യിൽ നിന്നും കുറച്ചും കൂടെ ഇട്ട് സംസാരിച്ച് ആ ഏരിയയിൽ മൊത്തം അടിയുണ്ടാക്കും. അങ്ങനെയുള്ളൊരാളും കൂടെ ഉണ്ട്. പക്ഷേ ഒരു ഏരിയയിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്കാർ 1-2 ഒരാൾ മതി കേട്ടോ. അത് ആ ഏരിയ നല്ല എപ്പോഴും നല്ല എന്താ പറയുക, ഒരാളനൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് ഇവർ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ആ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം കൂടെ അവരെ ഒഴിപ്പിച്ച് വിട്ടതാണ്. പോലീസിൽ കേസ് വരെ കൊടുത്തിട്ട് അവരെ നാട്ടുകാരെല്ലാം കൂടെ അവിടെ നിന്ന് മാറ്റി ഇവിടെ വന്ന് താമസിക്കുന്ന ഒരാളാണ്. ഇപ്പം ഈ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവരെ കൊണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു ഉപകാരിയാണ്. എന്നാൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കുടുത്തുരുമ്പും കൂടെ ഉണ്ട് കയ്യിൽ. എന്ന് വെച്ചാൽ എന്താ പറയുക, ഇങ്ങനെ ഒരു കൂട്ടിയടി ഉണ്ടാക്കണം ഒരു സ്വഭാവം. വേറെ ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അധികം നമ്മളങ്ങോട്ട് അടുക്കാതിരുന്നാൽ മതി, ആളിൻ്റെ പാട്ടിൽ പോയിക്കോളും. പക്ഷേ ഇതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് മിണ്ടുമ്പോഴത്തേനും ഞാനും തിരിച്ച് സംസാരിക്കുകയും കുറച്ച് നേരം അവരുടെ അടുത്ത് നമ്മളെന്തെങ്കിലും ചോദിക്കുന്നതിന് മറുപടിയൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം മനസ്സിലായ ആൾ ഫുൾ നെഗറ്റീവാണെന്ന്. നമ്മളും കൂടെ അതിലങ്ങോട്ട് ആയിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിവതും ഒഴിവായി മാറിപ്പോവും. അപ്പോൾ എനിക്ക് സ്വസ്ഥതയുണ്ട്.
അത് വലിയ വലുതായിട്ട് നമ്മൾ അങ്ങനെ ആകണം. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരടുത്ത്, എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാരടുത്ത് നമ്മൾ ഒരു കാരണവശാലും സൗഹൃദം വെച്ച് പുലർത്താനേ പാടില്ല. സത്യം, അത് സത്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഫുൾ നെഗറ്റീവായി പോകും. നമ്മൾ നല്ലൊരു എനർജിയോടെ കാര്യങ്ങൾ ചെയ്ത്, നമ്മൾ നല്ല ഭക്തിയോടെയും ശുദ്ധിയോടെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ നമ്മൾ ചിന്തിക്കുക, അവരുടെ അടുത്ത് കൂടി നമ്മൾ നെഗറ്റീവുകൾ പറയുകയും നെഗറ്റീവുകൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും പിന്നീട്. അപ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യം? അപ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിലാവും ഒരാളുടെ വർത്തമാനത്തിൽ അവർ നെഗറ്റീവാണോ അവർ പോസിറ്റീവാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്പമൊക്കെ നമുക്ക് കോമൺ സെൻസ് ഇല്ലേ? നമ്മൾ ഒരാളുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ ബുദ്ധിപരമായിട്ട് ഒഴിഞ്ഞു മാറി നമ്മൾ പോകണം. അപ്പം നമുക്ക് വലിയ ആപത്തുകളിലോട്ട് നമ്മൾ ചെന്ന് ചാടില്ല. അല്ലെങ്കിൽ ഒരിക്കൽ നമുക്ക് അബദ്ധം പറ്റും. അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ നമുക്ക് ഒരിക്കൽ പറ്റും. പിന്നെയും നമ്മൾ പോയി ചാടരുത്. നമുക്ക് എപ്പോഴും അബദ്ധം പറ്റിയാൽ അതൊരു അങ്ങനെ നമുക്ക് പറ്റാതിരിക്കട്ടെ. നമ്മൾ കണ്ണിൽ കാണുന്ന കാര്യങ്ങളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. കാരണം ഇപ്പോൾ ചില ഫാമിലിയിൽ അവരുടെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേനും അവർ പുറത്ത് പോകുമ്പോഴത്തേനും, നമ്മൾ പുറത്ത് നോക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ആ ഫാമിലിയിൽ ഫുൾ അവരുമായിട്ട് എൻഗേജ് ആവാതെ നമുക്കിപ്പം പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ പോകുമ്പം നമ്മൾ വിചാരിക്കും, അയ്യോ അവരുടെ ഫാമിലിയിൽ ഒരു പ്രശ്നവും ഇല്ല, അവർ നല്ല ഹാപ്പി ആയിട്ടാണ് എപ്പോഴും നടക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. എല്ലാവരുടെ ഫാമിലിയിലും അവരുടേതായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് പുറമോടി കണ്ടിട്ട് നമ്മൾ വിചാരിക്കണം അവിടെ ഒരു പ്രശ്നവും ഇല്ല, അവർ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്, അങ്ങനെ കരുതരുത്. അതുപോലെ തന്നെ ചില കുട്ടികളുടെ ഹോബിയാണ് നല്ല ആർഭാടം കാണിച്ച് നടക്കുക, പിന്നെ നല്ല റിച്ചായിട്ടുള്ള വാഹനങ്ങളിൽ പോവുക, ഇങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയുള്ള വാഹനങ്ങൾ ഉണ്ടായിട്ടാണോ പോകുന്നത്? അല്ല, അവരുടെ ഫ്രണ്ട്സിനുണ്ടാവും. അപ്പോൾ അവരത് എന്ത് ചെയ്യും, എടുത്ത് ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവന് ഭയങ്കര റിച്ചാണ്, അതുകൊണ്ടാണ് അവൻ നല്ല കൂടിയ വാഹനങ്ങളിൽ പോകുന്ന, ബൈക്കിൽ പോകുന്ന, ഇങ്ങനെയൊക്കെ. പക്ഷേ ആ യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെതായിരിക്കാം, ചിലപ്പോൾ അവർക്കുള്ളതായിരിക്കും. അപ്പം നമുക്ക് എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും പോസിറ്റീവായിരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ഹാപ്പി ആയിരിക്കുക. അതാണ് ഏറ്റവും നല്ല ഒരു പരിഹാരം എന്ന് പറയുന്നത്. കാണുന്നതും കേൾക്കുന്നതും എല്ലാം വിശ്വസിക്കരുത്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ കാണുന്നത് നമുക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ തന്നെ നേരത്തെ ഒരു അനുഭവം ഇവിടെ ഉള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിന് പറ്റിയ ഒരു അനുഭവം. അവൾ വളരെയധികം വിശ്വസിച്ച ഒരു ഫ്രണ്ട് അവളുടെ ലൈഫിനെ ചതിക്കുകയും അവരിപ്പം ഹസ്ബൻഡ് അവളെ ഡൈവേഴ്സ് ചെയ്യുകയും അവളുടെ ഫ്രണ്ടിനെ കല്യാണം കഴിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ കുട്ടി ഇപ്പം തനികയാണ് താമസിക്കുന്നത്, അവൾക്ക് അമ്മയുണ്ട്. അങ്ങനെ അവളുടെ ലൈഫ് എന്തായാലും സ്പോയിലായിപ്പോയി. അപ്പോൾ അത് തൻ്റെ ഫ്രണ്ടാണ് എന്നുള്ള രീതിയിൽ വിശ്വസിച്ചതാണ്. അപ്പം എല്ലാവരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ല, എല്ലാവരുടെയും വാക്കുകളെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. അത് നമ്മൾ കുറച്ച് ദിവസത്തെ അനുഭവത്തിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അവരെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പിന്നീട് എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാനും അതിനുള്ള കഴിവ് നമുക്കില്ല. അപ്പം എല്ലാത്തിനും ഒരു ലിമിറ്റ് കൊടുത്ത്, ബന്ധങ്ങൾക്ക് ഒരു ലിമിറ്റ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ഏറ്റവും നല്ലൊരു പരിഹാരം. നല്ല ഭക്തിയും നല്ല ഈശ്വരവിശ്വാസം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ പറ്റും. നമുക്ക് നല്ല ചിന്തകളിലൂടെ സഞ്ചരിക്കാൻ പറ്റും. നമ്മൾ ദിവസവും മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഈശ്വര വിശ്വാസം ഏത് നമ്മൾ ദൈവങ്ങളിലാണോ വിശ്വസിക്കുന്നത്, ഹിന്ദുക്കൾക്ക് അതിൻ്റേതായ രീതി, ക്രിസ്ത്യൻസിൻ്റെ അതിൻ്റേതായ രീതി, മുസ്ലിംസിന് അതിൻ്റേതായ രീതിയിലുള്ള പ്രാർത്ഥനകൾ മുടക്കാതെയും നമ്മൾ ഒരു നേരമെങ്കിലും എന്ത് ചെയ്യുക, ദൈവത്തിനോട് നന്ദി പറഞ്ഞ് നമ്മൾ ദിവസവുമുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. പിന്നെ നമ്മൾ നാമം ജപിക്കുക, ദിവസവും വിളക്ക് വയ്ക്കുക, പ്രാർത്ഥിക്കുക, മക്കളെയും അതിൽ ശീലിപ്പിക്കുക, അവരെയും കൂടെ അതിൽ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് വരുന്ന ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ അതിൽ കൂടെ തന്നെ ഒഴിവായി പോയിക്കോളും. മക്കൾക്കായാലും നല്ലൊരു ഉയർച്ചയുണ്ടാകും, നമ്മുടെ ലൈഫിലായാലും നമുക്ക് തീർച്ചയായും മാറ്റങ്ങളുണ്ടാകും. പ്രാർത്ഥന ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യില്ല, എപ്പോഴും നമുക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഞാൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹിന്ദുക്കൾക്കാണ് ഈ ഒരു പോരായ്മ വരുന്നത്. കാരണം ഹിന്ദുക്കളാണ് കൂടുതലും അമ്പലങ്ങളിൽ പോകാതെയും അല്ലെങ്കിൽ വിളക്ക് വയ്ക്കാതെയും ഒക്കെ. എല്ലാ ഹിന്ദുക്കളെയല്ല പറഞ്ഞത്,
കുറച്ചൊക്കെ നമ്മളൊരു 10 വീടെടുക്കുമ്പോൾ അത് ഒരു വീട്ടിലെങ്കിലും ഇങ്ങനെ ഒഴിവാകുന്ന വീടുകളുണ്ട്, വിളക്ക് വയ്ക്കാതെയൊക്കെ ഒഴിവാകുന്നു. പക്ഷേ മുസ്ലിംസ് നിസ്കരിക്കുകയും ക്രിസ്ത്യൻസ് പ്രാർത്ഥനയും മുടക്കാറില്ല. അവർ തീർച്ചയായിട്ടും പള്ളിയിൽ പോകും. പക്ഷേ നമ്മൾ ഹിന്ദുക്കൾ എന്തെങ്കിലും ഒരു മാസത്തിൽ ഇങ്ങനെ കൃത്യമായി പോകുന്ന ഒരു ദിവസം ഉണ്ടാവുമോ? എല്ലാ ഹിന്ദുക്കളും അമ്പലത്തിൽ പോകുന്ന ദിവസം ഉണ്ടാവുമോ? അങ്ങനെയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ദിവസവും പ്രാർത്ഥനയും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്നത്. ഇപ്പോൾ നമുക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം മാറി മാറി നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കും. നമ്മുടെ ലൈഫും പോസിറ്റീവാകും, നമ്മുടെ വീട്ടിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും, നമ്മളിലും ഉണ്ടാവും ഒരു പോസിറ്റീവ് എനർജി. അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാതെ നമ്മളെ മക്കൾ കണ്ട് ശീലിച്ച് അവരും വളർന്നു വരട്ടെ. ദാനം ചെയ്യാൻ നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മളെ മക്കളെയും പഠിപ്പിക്കുക. അർഹതപ്പെട്ടവർക്ക് ദാനം കൊടുക്കാൻ പഠിപ്പിക്കുക. അതൊരു ശീലമാക്കുക. അത് അർഹതപ്പെട്ടവർക്ക് മാത്രം. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്തവർക്ക് നമ്മൾ കഴിച്ചില്ലെങ്കിലും കൊടുക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കുക. വസ്ത്രദാനം, ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. വസ്ത്രദാനമൊക്കെ നമ്മൾ അത്രയും സമ്പന്നരാണെങ്കിലേ നമുക്ക് വസ്ത്രമൊക്കെ എല്ലാവർക്കും ദാനം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇതൊക്കെയാണ് നമ്മുടെ മക്കളെയും കൂടെ ശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയും ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം കാർത്തിക. ബായ്.